ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ആ 10th എക്സാം ഇതാ വരാൻ പോവാണ് അല്ലേ? ഓക്കെ, ഇതാ വളരെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് മാത്സിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എല്ലാ ചാപ്റ്ററിനും ഓരോരോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ശരി മക്കളെ. ഓക്കെ, ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. വാട്ട് ഈസ് 25th ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തരും, അതിന് ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറയും. ഒരു മാർക്കിന് ചോദിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ക്വസ്റ്റൻ മക്കളെ. അപ്പോൾ 25th ടേം കണ്ടുപിടിക്കാൻ വേണ്ടി മക്കളെ ഏതെങ്കിലും ടേം നമുക്കറിയാം. നമുക്ക് 1, 2, 3 നമുക്കറിയാം. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ 11 - 1 എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, ഇത് കുഴപ്പമില്ല, ശരിയല്ലേ? ഇതാ എനിക്ക് X25 ആണ് പറഞ്ഞത്. X25 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ടേം. ഞാൻ X1 എടുത്തു. ഓക്കെ, ഇനി 1 നോക്കിടാ. 1 25ലേക്ക് പോകണമെങ്കിൽ 24 പ്ലസ് ചെയ്യേണ്ടേ? പ്ലസ് 24D മതി, സിമ്പിൾ. ഓക്കെ, അപ്പോൾ X1 1 ആണ്. 1 + 24 × D എത്രടാ? 10 ആണ്. 1 + 241 അതായത് 241 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ് മക്കളെ. ഇതുപോലത്തെ ഒരുപാട് ടൈപ്പ്, അതായത് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ നമ്പേഴ്സ് വെച്ച് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു സീരീസ് തരും, അതിന് എത്രാമത്തെ ടേം കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കിയല്ലോ. ഓക്കെ, വാട്ട് ഈസ് 21st ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 100, 95, 90 എക്സെട്ര. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞെങ്കിൽ താഴേക്ക് അല്ലേ, അതായത് ചെറുതായി പോവാണ്, ഡിക്രീസ് ചെയ്ത് പോവാണ്. -5 ആണ് കോമൺ ഡിഫറൻസ്, സെറ്റല്ലേ? അപ്പോൾ 21st X21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ടേം ഫസ്റ്റ് നമുക്കറിയാം X1 ആണ്. പ്ലസ് നോക്കുക 1 21ലേക്ക് പോകാൻ 20 മൾട്ടിപ്ലൈ അല്ലേ, അപ്പോൾ 20D അതല്ലേ? X1 എത്ര? 100 പ്ലസ് 20 × D എത്ര? -5 ആണ്. അത് 100 - 100 വരും. നമുക്ക് മനസ്സിലാ 0 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 21st ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. സെറ്റല്ലേ? റെഡിയല്ലേ? അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് മക്കളെ, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈസ് 101 എ ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35 എക്സെട്ര. ഈ സീക്വൻസിലെ ടേം ആണോ 101 എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 101 മൈനസ് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. ഫസ്റ്റ് ടേം 13 ആണ് അല്ലേ? 101 - 13 എന്ന് പറഞ്ഞെങ്കിൽ 88 കിട്ടും. ഓക്കെ, ഇനി ഈ 88 നോക്കട്ടെ മക്കളെ, നമ്മൾ കോമൺ ഡിഫറൻസ് തരിക. കോമൺ ഡിഫറൻസ് ആണ് 24 - 13 ആണ്, 11 ആണ് അല്ലേ? അപ്പോൾ ഈ 88 ഈസ് ഡിവിസിബിൾ ബൈ അല്ലേ, ഡിവിസിബിൾ ബൈ 11 ആണോ എന്ന് നോക്കാം. 11 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണോ മക്കളെ? 88/11 കറക്റ്റായിട്ട് പോലെ എത്രയാണ്? 8 ആണ്, ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 101 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ 101 എന്ന് പറഞ്ഞാൽ ഈ ടേമിൻ്റെ ഈ സീക്വൻസിലെ ടേം ആണ്, ഉറപ്പാണ്. ഓക്കെ, എത്രാമത്തെ ടേമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര 8th ടേമാണ്. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പം മനസ്സിലാക്കി വെക്കാം. അടിപൊളി ക്വസ്റ്റ്യൻ മക്കളെ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? എത്രാമത്തെ ഈ ടേം ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ അതുമായി പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മുമ്പ് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണേ. ഓക്കെ, കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 2. ഓക്കെ, കോമൺ ഡിഫറൻസ് D = 2. ഓക്കെ, സെറ്റ് മതി. ആൻഡ് സം ഓഫ് ദി 9th 10th X9 + X10 + X11 എന്ന് പറഞ്ഞെങ്കിൽ 90 ആണ്. കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ശ്രദ്ധിക്കണം മക്കളെ. നോക്കി, ഇവിടെ സമ്മ് തന്നിട്ടില്ലേ? സമ്മ് ഓടാണെങ്കിൽ നോക്കടാ, നമ്പർ ഓഫ് ടേംസ് ഓടാണെങ്കിൽ സം എന്തായിരിക്കും? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. ഇത് മനസ്സിലാക്കി വെക്കുക, ഉറപ്പാണ്, 100%. ഇത് വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പോൾ മിഡിൽ ടേം മക്കളെ, അതായത് നമ്പർ ഓഫ് ടേംസ് ഓടാണെങ്കിൽ സം എന്ന് പറഞ്ഞാൽ ഓക്കെ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇതിൽ മിഡിൽ ടേം എത്ര മക്കളെ? X10 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അവിടെ തന്നെ 3 ആണല്ലേ? 3 = അതാണ് 90 തന്നിട്ടുണ്ട്. അപ്പോൾ X10 എന്തായിരിക്കും? 90/3 ആയിരിക്കും. എത്ര മക്കളെ? 30. നമുക്ക് ആൻസർ കിട്ടി. ഈസി അല്ലേ? സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് X10 10th ടേം 30 ആണെന്ന് കിട്ടി. നമുക്ക് എന്ത് വേണം? നമുക്ക് കാൽക്കുലേറ്റ് ഫസ്റ്റ് 3 ടേംസ്. ഓക്കെ മക്കളെ, X1 നിങ്ങൾ കണ്ടുപിടിക്കണം. X1 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് X10 ആണ്. നോക്കി, 10 - 1ലേക്ക് പോകാൻ -90 അല്ലേ? അപ്പോൾ -90 ചെയ്താൽ മതി. ഓക്കെ, X1 = 30 - 9 × D എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 30 - 18 വരും, 12 കിട്ടും. അപ്പോൾ X1 എന്ന് പറഞ്ഞാൽ 12 ആണ്. X2 എന്തായിരിക്കും? 2 ആണ് കൂടി. അപ്പോൾ എന്തെങ്കിലും 14 വരും, പിന്നെ 16 വരും എക്സെട്ര. ഇതാണ് ഫസ്റ്റ് 3 ടേംസ്. എന്ന് പറഞ്ഞാൽ
ഇതൊക്കെ വരും, ഇതൊക്കെ വരും. സെറ്റല്ലേ? സിമ്പിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതാ സമ്മിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക മക്കളെ. ഞാൻ ഇത് മാത്രം പഠിക്കുന്നത് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ഒരു കാരണം വെച്ചാലും പറയില്ല. ഇത് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാകുമോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. നമുക്കെല്ലാം പഠിക്കണം. വളരെ തലേ ദിവസം രാത്രി മാത്രം പോയി പഠിച്ചിട്ട് കാര്യമില്ല മക്കളെ. നമുക്ക് ഈ സമയമില്ല. ആക്ച്വലി നമുക്കിത് ഇന്നെനിക്ക് എല്ലാ സിലബസ് പറയാൻ പറ്റുമോ? ഇല്ല. മാക്സിമം ക്വസ്റ്റ്യൻസ്, ഐ മീൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നമുക്ക് തലേ ദിവസം രാത്രി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ തൽക്കാലം ഇത് പഠിച്ചു പോവുക. പക്ഷേ ഇനി അങ്ങനെ ചെയ്യരുത്, ആദ്യം മുതലേ പഠിച്ചു പോവുക. സെറ്റല്ലേ? ഓക്കെ അല്ലേ? റെഡി? ഇനി സം ഓഫ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 30. ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 30 ആണ്. ആൻഡ് സം ഓഫ് ദി 7 ടേംസ് 140 ആണ്. ഓക്കെ, നമുക്കതാ ഫസ്റ്റ് 3 ടേംസ്, അതായത് x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് പറഞ്ഞാൽ 30 ആണ്. ഓക്കെ, വീണ്ടും നമ്പർ ഓഫ് ടേംസ് തരട ഓടാണ്. അപ്പോൾ നമ്മൾ സംബന്ധമായിരിക്കും മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. ഓക്കെ, മിഡിൽ ടേം തരട x2 ഇനി നമ്പർ ഓഫ് ടേം 3 ആണ്, ഈക്വൽ ടു 30. അതായത് x2 എന്തായിരിക്കും, അതായത് സെക്കൻഡ് ടേം നമുക്ക് വേണ്ടി സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 30/3 ആയിരിക്കും. നമുക്ക് എന്താ 10 കിട്ടി. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഫസ്റ്റ് 7 ടേംസ് അല്ലേ, ഇതാ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 എന്ന് പറഞ്ഞെങ്കിൽ എന്താ 140 ആണ്. ഇത് വീണ്ടും എന്തായിരിക്കും, നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എന്താണ്, ഓടാണ്. നോക്കി നമ്മളേതാ നടുവത്തെ ടേം അല്ലേ, നടുവത്തെ ടേമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മിഡിൽ ടേം കിട്ടുന്നത്. അപ്പോൾ x4 ഇൻറ്റു എത്ര ഉണ്ടാ 7 അല്ലേ, 7 ആണ്. എത്ര 140 വന്നത്. അപ്പോൾ x4 എന്തായിരിക്കും, ഇതാ 140 ഡിവൈഡ് ബൈ 7 ആണ്. എത്രടാ 20 ആണ്. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. സിമ്പിൾ. ഇനി ഫസ്റ്റ് 3 ടേംസ് കണ്ടിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ടേം ഇതാ മക്കളതാ നോക്കി x2 അറിയാം, x4 അറിയാം. പക്ഷേ നമുക്ക് ഇതില്ല കോമൺ ഡിഫറൻസ് അറിയില്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 2 ടേം നമുക്ക് അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കുള്ളതാ ഏതൊക്കെ നമുക്ക് x4 നമുക്കറിയാം, x2 എന്ന് പറയാം. അപ്പോൾ x4 എത്രയാണ് 20 ഇതേ. അപ്പോൾ 20 മൈനസ് x2 എത്രയാണ്, അത് 10 ആണ്. ഡിവൈഡഡ് ബൈ ഇനി അതിൻ്റെ പൊസിഷൻ മൈനസ് ചെയ്യും മക്കളെ. ഇത് എത്ര, ഇത് 4ാമത്തെയാണ്, ഇത് 2ാമത്തെയാണ്. അപ്പോൾ നോക്കിയേ 4 മൈനസ് 2 എന്നിട്ടും 10 ഡിവൈഡ് ബൈ 2 എത്രടാ 5 ആണ് കിട്ടി. 5 കിട്ടി. ഓക്കെ, അപ്പോൾ x2 10 ആണെങ്കിൽ ഇതാ 10 ആണെങ്കിൽ x1 എന്തായിരിക്കും, നമ്മുടെ എന്തായിരിക്കും 5 മൈനസ് 5 ആയിരിക്കും. അടുത്തെന്തായിരിക്കും 15 ആയിരിക്കും. ഇതാണ് നമ്മുടെ സീരീസ്. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ മക്കളെ. ഇവിടെ ഇതും പഠിച്ചു വെക്കണേ. കോമൺ ഡിഫറൻസ് കാണാൻ 2 ടേം, ഏതെങ്കിലും 2 ടേം അടുത്തടുത്താവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അടുത്തടുത്താണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് മൈനസ് ചെയ്താൽ മതി. അടുത്തടുത്തല്ലാതെ വേറെ എവിടെ ആയിക്കോട്ടെ 2 ടേം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് 2 മൈനസ് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ മൈനസ് ചെയ്യുക. എപ്പോഴും മനസ്സിലാക്കുക, റൈറ്റ് നിന്നാണ് ലെഫ്റ്റ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കി ഇപ്പോൾ 10th ടേം വന്നിട്ടുണ്ട്, ഒരു 22nd ടേം വന്നിട്ടുണ്ട്. നിങ്ങൾ നേരെ പോയി 10th ടേമിൽ നിന്ന് 22nd മൈനസ് ചെയ്ത് 22 കഴിഞ്ഞിട്ട് അപ്പോൾ 22nd ടേമിൽ നിന്ന് 10th ടേം മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ 22 മൈനസ് 10 ചെയ്യുക. ഇത്രേ ഉള്ളൂ. സെറ്റല്ലേ? അടുത്ത ടൈപ്പ് ക്വസ്റ്റൻസ് നോക്കണേ. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 150. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ മക്കളെ. ഫസ്റ്റ് 5 150 ആണ്. സം ഓഫ് ഫസ്റ്റ് 10 ആണ് 550 വന്നത്. 10 അത് ഓടല്ല. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് 5 ടേംസ് 150 എന്നുണ്ട്. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 എന്ന് പറഞ്ഞാൽ 150 ആണ്. ഇത് ഓടാണ്, കുഴപ്പമില്ല. അപ്പോൾ നോക്കിയാൽ മിഡിൽ ടേം x3 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5 ആണ്. അതാണ് 150 വന്നിട്ടുണ്ട്. അപ്പോൾ x3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 150 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. എത്ര മക്കളെ 30 അല്ല 30 ആണ്. ഓക്കെ, ഇത് ഓക്കെ. ഇനി നമുക്ക് 8th ടേം കിട്ടണം. 8th ടേം ഓക്കെ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് 10 ടേംസിന് സമ്മ് 550 ആണ്. 10 ടേംസ്. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 x6 x7 x8 x9 x10 ഇത്രയും തോന്നെ എത്രടാ 550 എന്ന് പറഞ്ഞത് ഇതിൻ്റെ സമ്മ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? പക്ഷേ ഇവിടെ ഇതെന്താണ് ഈവനാണ്, ഓടല്ല. ഈവനാണ് വേറത്തെ ഇക്വേഷൻ ആക്കാം, വേണ്ട. ഓക്കെ, ഈവനാണ്, ഓടല്ല. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിടാ, ഇതിനെ x5 ആണോ ഇതിൻ്റെ മിഡിൽ ടേം? അല്ല. ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞെങ്കിൽ x5 x6 കൂടി ഒരുമിച്ചതാണ്. അത് നമുക്ക് പറ്റില്ല, നമുക്ക് ഒരു മിഡിൽ ടേം വേണം. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. അതായത് x1 മുതൽ x5 വരെ ഫസ്റ്റ് 5 ടേംസിന് സമ്മ് നമുക്ക് ഓടുന്നുണ്ട്. അത്ര ഉണ്ട് 150 ആണെന്നുണ്ട്. അപ്പോൾ ഇത് 150 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി, ഞാൻ ചെയ്തിട്ട് x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 എന്ന് പറഞ്ഞെങ്കിൽ ഈ 550 മൈനസ് 150 ആവൂലേ? എത്ര കിട്ടും നമുക്ക്? 400 കിട്ടും. 400 കിട്ടും. ഓക്കെ, ഇനി നോക്കി നമുക്ക് ഇത് 5 അല്ലേ? ഇത് 5 ആണെങ്കിൽ അത് മാറി, ഓടായിട്ട് മാറി. അപ്പോൾ ഓടായിട്ട് മാറിയെങ്കിൽ നമുക്ക് സമ്മതിച്ചൂടെ? സമ്മ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം എത്ര x8. അപ്പോൾ x8 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5 ആണ്, ഈക്വൽ ടു 400. അപ്പോൾ x8 എന്തായിരിക്കും മക്കളെ? 400 ഡിവൈഡ് ബൈ 5 വരും അല്ലേ? എത്ര ടേംസ്?
80 കിട്ടും ആൻസർ. x8 എന്ന് പറഞ്ഞാൽ 80 ആണ്, x3 എന്ന് പറഞ്ഞാൽ 30 ആണ്. സിമ്പിൾ അല്ലേ? ഓക്കെ, റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ്. അപ്പോൾ x8ഉം x3യും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? x8 അതായത് 80 മൈനസ് 30 ഡിവൈഡ് ബൈ 8 മൈനസ് 3 ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 10 കിട്ടും ആൻസർ. 10 ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് പറഞ്ഞു കേട്ടോ മക്കളെ. ഇതിൻ്റെ ഫസ്റ്റ് 3 ടേംസ് നേരാണ് നിങ്ങൾ കമൻറ്റ് ബിലോ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി? അടുത്തേക്ക് പോകുന്നു മക്കളെ. അടുത്ത ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് മക്കളെ. എന്തായാലും വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഉണ്ടാവും. ഓക്കെ, ഡ്രോ എ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. ഡ്രോ ദി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 സെൻറ്റിമീറ്റർ, 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ഓൺ വെർട്ടിസസ് ഓൺ ദി സർക്കിൾ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും. 50 ആകുമ്പോൾ 100, 60 ആകുമ്പോൾ 120, 70 ആകുമ്പോൾ 140. ഓക്കെ, ഇനി നിങ്ങൾ വരയ്ക്കുക. നമുക്ക് വരച്ച് നോക്കാം. നിങ്ങൾ ആദ്യം സർക്കിൾ വരയ്ക്കാം. ഓക്കെ, സർക്കിൾ മാർക്ക് ചെയ്യുക. സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് 3 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ കോമ്പസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സർക്കിൾ വരയ്ക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം ആദ്യം ഈ 100 ഡിഗ്രി എന്ത് ചെയ്യാം? അങ്ങോട്ട് മാർക്ക് ചെയ്യാം. 100 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു. ഇത് 100 ആണ്. ഇനി 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 60 അല്ല, 120 ഡിഗ്രി മാർക്ക് ചെയ്ത് നോക്കാം. 120 ആണ്, മറിപ്പുറത്തെ 120 മാർക്ക് ചെയ്തു. 120 ഡിഗ്രി. ഇത് ഒബ്വിയസ്ലി എന്തായിരിക്കും മക്കളെ? 140 ആയിരിക്കും. ഉറപ്പായിട്ട് 140 ആയിരിക്കും. മതി. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ വെച്ചിട്ടാണ് മറക്കരുത്. സെൻട്രൽ ആംഗിൾ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഡിഗ്രീസ് മാർക്ക് ചെയ്യേണ്ടത്, ലൈൻസ് വരയ്ക്കേണ്ടത്. സെറ്റല്ലേ? ഇനി 3 ലൈൻസ് നമുക്ക് കിട്ടില്ല, 3 പോയിന്റ്സ് നമുക്ക് കിട്ടില്ല. 3 പോയിന്റ്സും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് മക്കളെ ആൻസറായി നമുക്ക് ട്രയാങ്കിൾ കിട്ടി. 2 മതി, ട്രയാങ്കിൾ കിട്ടി. ഇതാണ് നമ്മൾ ട്രയാങ്കിൾ. സെറ്റല്ലേ? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ മക്കളെ 100% നമുക്ക് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് മക്കളെ. ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 100% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും വരും, ഉറപ്പായിട്ട് വരും. പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. റെഡി? ഇത് ഫിഗർ O ഈസ് സെൻറ്റർ ഓഫ് സർക്കിൾ മക്കളെ. O എന്ന് പറഞ്ഞാൽ സെൻറ്ററാണ്. ഓക്കെ, ABCD ആർ പോയിന്റ്സ് ആണ്. എയും ബിയും സിയും പോയിന്റ്സ് ആണ്. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 110 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പോയിന്റ്സ് ഈ കോർഡിനേറ്ററിലെ എല്ലാ പോയിന്റ്സും സർക്കിളിലാണെങ്കിൽ അതിന് സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറയും അല്ലേ? ഇപ്പോൾ സൈക്ലിക് കോർഡിനേറ്റർ പ്രത്യേകം എന്താ? സൈക്ലിക് കോർഡിനേറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് അപ്പോൾ ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അത് 70 ഡിഗ്രി ആയിരിക്കും. കാരണം 70 + 110 ആണത് 180. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ആംഗിൾ വേണം. ഈ ആംഗിൾ AOC വേണം. നമുക്ക് നോക്കി, ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ AOC. അപ്പോൾ സെൻട്രൽ ആംഗിൾ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ മറ്റേ ആർക്കിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലെ അവിടെ വരുന്ന ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ 70 ഇരട്ടി തരാം മക്കളെ. 70 എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എത്രയാടാ? ഇത് 70 ഡിഗ്രിയും ഇത് 140 ഡിഗ്രിയാണ്. ഈ ഒരു ബേസ്ഡ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് 100%, 110% ഉറപ്പാണ് ക്വസ്റ്റ്യൻ വരും ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ അല്ലേ? അതായത് സൈക്ലിക് കോർഡിനേറ്ററിലെ ഓപ്പോസിറ്റ് സൈഡ്സിന് സം 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് സെൻട്രൽ ആംഗിൾ? മറ്റേ അതേ ഓപ്പോസിറ്റ് ആർക്കിലേക്ക് വരുന്ന ആ ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അല്ലെങ്കിൽ ആ ആംഗിൾ സെൻട്രൽ ആംഗിൾ ഹാഫ് ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ തീരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? റെഡി? പൊട്ടെ. ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിടാ. 2n² + 3n ഇതാണ് നമ്മുടെ സമ്മാണ്. SN ആണ് 2n² + 3n എന്നുള്ളത്. നമ്മളോട് nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു, 20th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കോമൺ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, S1 എന്ന് പറഞ്ഞാൽ ഇനി n1 കൊടുത്തേ. ഈ S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടേം, അതായത് ഒരു ടേമിൻ്റെ സം, അതായത് ആ ടേമിനല്ലേ. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ x1 തന്നെയാണ് കേട്ടോ. x1 ഇറ്റ്സെൽഫ് മക്കളെ, ആ ടേം ഫസ്റ്റ് ടേം തന്നെയാണ് S1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, 1 കൊടുത്തേ. 2 × 1² + 3 × 1. 2 × 1² എന്ന് പറഞ്ഞാൽ 2 തന്നെ, 3 × 1 എന്ന് പറഞ്ഞാൽ 3 തന്നെ. എന്ത് നമുക്ക് 5 കിട്ടും. ഓക്കെ, റെഡി? ഇനി S2 കണ്ടുപിടിക്കുക. S2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ടേംസിന് സമ്മല്ലേ, അതായത് x1 + x2 ആണ് അല്ലേ? ഓക്കെ, കൊടുത്തു. ഓക്കെ, n2 കൊടുത്തേ. 2 × 2² + 3 × 2 വരും. അതായത് 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 + 3 × 4 6 ആണല്ലേ? എന്നൊക്കെ 14 കിട്ടും. 14. ഓക്കെ, റെഡി? അപ്പോൾ x1 + x2 14, x1 5 ആണെങ്കിൽ x2 എന്തായിരിക്കും മക്കളെ? ഓക്കെ, 14 - 5 ആവൂലേ? എന്തായിരിക്കും നമുക്ക് കിട്ടുക? 9 ആണ് കിട്ടുക. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ 5 കിട്ടി, x2 എന്ന് പറഞ്ഞാൽ 9 കിട്ടി. അതിൻ്റെ കോമൺ ഡിഫറൻസ് അറിയാം. 9 - 5 മക്കളെ 4 ആണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. ഓക്കെ, നമുക്ക് nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞത് മക്കളെ. nth ടേം x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ? ഓക്കെ, dn + f - d ആണ് നമ്മുടെ ഇക്വേഷൻ.
ഓക്കെ nth ടേമിൻ്റെ ഇക്വേഷൻ മക്കളെ dn പ്ലസ് എഫ് മൈനസ് ടി. ഓക്കെ ഡി എത്ര മക്കളെ ഡി എത്ര നമുക്ക് കിട്ടുന്നത് 4 ആണ്. അപ്പോൾ 4n അറിയില്ല പ്ലസ് എഫ് മൈനസ് ടി. ഫസ്റ്റ് ടേം എത്രടാ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ എന്നിട്ട് 5 മൈനസ് 4 വരും, അതായത് 4n പ്ലസ് 1 കിട്ടും നമുക്ക് ആൻസർ. 4n പ്ലസ് 1 എക്സ്. ഇനി നമുക്ക് വേണ്ടി 20th ടേം വേണ്ടി x20 കിട്ടിയാൽ x20 x n 20 എടുത്താൽ പോരെ. 4 × 20 പ്ലസ് 1 എന്നിട്ട് നമുക്ക് 80 പ്ലസ് 1 അതായത് 81. അല്ലെങ്കിൽ വേറെ പല രീതിയിൽ ചെയ്താൽ മതി. x20 എന്ന് പറഞ്ഞെങ്കിൽ x1 പ്ലസ് 19d ആയിരിക്കും, അത് ചെയ്താൽ മതി, കുഴപ്പമില്ല. അതല്ലേ ഏറ്റവും എളുപ്പം. ഓക്കെ സെറ്റല്ലേ? അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിക്കേണ്ട ക്വസ്റ്റൻ ആണ്. അടി ഒറ്റ ക്വസ്റ്റൻ കൊടുക്കും മക്കളെ. 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്രാ പ്ലസ് 70. ഫൈൻ ദ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ആ പ്ലസ് 1 ആരും മറക്കരുത്, എപ്പോഴും മറക്കാറുണ്ട് എല്ലാവരും. ഓക്കെ ലാസ്റ്റ് ടേം എത്ര മക്കളെ 70 ആണ്, മൈനസ് ഫസ്റ്റ് ടേം 51 ആണ്, d എത്ര മക്കളെ 1 ആണ്, പ്ലസ് 1 d എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 52 മൈനസ് 51 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ അപ്പോൾ 70 മൈനസ് 51 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 19 കിട്ടും. 19 പ്ലസ് 1 എത്ര മക്കളെ 20 ആൻസർ കിട്ടി. 20 ആൻസർ കിട്ടി, കുഴപ്പമില്ലല്ലോ, സെറ്റല്ലേ? അപ്പോൾ മനസ്സിലാക്കി വെക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ക്വസ്റ്റൻസ് ആണ് സാർ ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ മറ്റൊന്നും പഠിക്കരുത് എന്നല്ല, എല്ലാം നിങ്ങൾ പഠിക്കണം. ഇത് പ്രത്യേകിച്ച് എന്തായാലും പഠിക്കണം. ഓക്കെ മക്കളെ? അപ്പം 10ാം ക്ലാസ് ഞങ്ങൾ എക്സാം എഴുതാൻ പോവാണ്, ഓണം എക്സാം ആണ്. ആ രീതിയിൽ സീരിയസ്നെസ് എടുത്തിട്ട് കണ്ടണം. കാരണം നോക്കാം പബ്ലിക് എക്സാം നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകണം, അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള എക്സാം ആണ്. അങ്ങനെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ സെറ്റല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് കിട്ടട്ടെ. അപ്പം മക്കളെ ഒരു കാര്യം മറക്കരുത്, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പല ഇൻഫോർമേറ്റീവ് സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ സെറ്റല്ലേ? അപ്പം എന്തായാലും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഓണം എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ്.